ദില്ലി കേരള ഹൗസിലെ ബീഫ് നിരോധനത്തിനെതിരെയും പോലീസ് നടപടിക്കെതിരെയും വ്യാപക പ്രതിഷേധം. ഇടത് എംപിമാർ കേരള ഹൗസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി RSSനോട് അമിത വിധേയത്വം കാണിക്കുന്നതായി പിണറായി വിജയൻ പറഞ്ഞു. നാളെ മുതൽ പോത്തിറച്ചി വിളമ്പാൻ തീരുമാനം. മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇത് കേരള ഹൗസിലെ ക്യാൻറ്റീനിലെ അടുക്കളയിൽ കയറിയോ എന്നുള്ളതല്ല പ്രശ്നം. മലയാളിയുടെ ഭക്ഷണ രീതിയെയും മലയാളിയുടെ ആത്മാഭിമാനത്തെയുമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ RSSകാരിൽ 70% പേരെങ്കിലും ബീഫ് കഴിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? അത് ദില്ലി പോലീസ് നടത്തിയ പരിശോധനയും തുടർന്ന് ബീഫ് നിർത്തലാക്കിയതിനുമെതിരെ കേരള ഹൗസിൽ ഇടതെംപിമാർ നടത്തിയ പ്രതിഷേധ ധർണയിലാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. ബീഫ് നിർത്തിയതിലൂടെ RSSനോട് അതിവിധേയത്വം ഉമ്മൻചാണ്ടി കാട്ടിയതായി പിണറായി കുറ്റപ്പെടുത്തി. വർഗീയ അജണ്ട നടപ്പിലാക്കുന്നത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇടതെംപിമാരുടെ പ്രതിഷേധം. ദില്ലിയിലെ മലയാളി പത്രപ്രവർത്തകരും പ്രതിഷേധ ധർണ നടത്തി. ദില്ലിയിലെത്തിയ ചീഫ് സെക്രട്ടറി ജിജി തോംസണും വിഷയത്തിൽ ഇടപെട്ടു. പശുമാംസം വിൽക്കുന്നുവെന്ന വ്യാജ പരാതി നൽകിയ ഹിന്ദുസേന പ്രവർത്തകനെതിരെയും അനുവാദമില്ലാതെ പോലീസ് കേരള ഹൗസിൽ കയറിയതിനുമെതിരെ ദില്ലി പോലീസിന് രേഖാമൂലം പരാതി നൽകിയതായി ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അറിയിച്ചു. ബീഫ് നിർത്തിയതിലൂടെ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുകയാണ് കേരള ഹൗസ് അധികൃതരെന്ന വിമർശനം ശക്തമാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കേരള ഹൗസിന് മുമ്പിൽ നിന്നും ക്യാമറമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ദാദ്രിയിൽ തുടങ്ങിയ സംഭവവികാസങ്ങളുടെ തുടർച്ച ദില്ലിയിലേക്കും ദില്ലി കേരള ഹൗസിലേക്കും. ചർച്ചയിൽ നമ്മോടൊപ്പം BJP നേതാവ് പത്മകുമാർ, ഒപ്പം തന്നെ VHP നേതാവ് ഭാർഗവരാമൻ, ഒപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ, A റഹീം, ഹസനുൽ ബെന്ന, ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹസനുൽ ബെന്നയിലേക്ക് മാധ്യമപ്രവർത്തകൻ. ശ്രീ ഹസനുൽ ബെന്ന, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങളെ ഇന്നിപ്പോൾ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെ ദില്ലി പോലീസ് നടത്തിയത് കാടത്തം എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം അത് ശ്രമിക്കുകയും ആ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. താങ്കളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ദില്ലി KUWGയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധത്തിന് ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ചേരുകയും അണിചേരുകയും ചെയ്തു. എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ ചിത്രം? പോലീസ് ജനാധിപത്യ മര്യാദകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു പരിവാർ സേനയെ പോലെ പെരുമാറുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അഖ്ലാഖിൻ്റെ ദാദ്രിയിലെ കൊലപാതകത്തിൽ സംഭവിച്ചതുപോലെ തന്നെ സമാനമായ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കേരള ഹൗസിലെ സ്റ്റാഫ് ക്യാൻറ്റീനിലും സംഭവിച്ചതെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ നിന്നുള്ള മലയാളികളായ ആളുകളൊക്കെ ഡൽഹിയിൽ വരുമ്പോൾ മനസ്സമാധാനത്തോടെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വരാറുള്ള സ്ഥലമാണ് കേരള ഹൗസിലെ സ്റ്റാഫ് ക്യാൻറ്റീൻ എന്ന് എല്ലാവർക്കും അറിയാം. 50 രൂപക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്ന, അതുപോലെ തന്നെ 50 രൂപക്ക് ഒരു പ്ലേറ്റ് ബീഫും ഒരു പ്ലേറ്റ് ഫിഷ് കറിയും ഒക്കെ കിട്ടുന്ന ഡൽഹിയിലെ ഏക ഭക്ഷണശാലയാണ് കേരള ഹൗസിലേത്. ഇത്തരം ഒരു ഭക്ഷണശാലയിൽ പലപ്പോഴും നമ്മൾ കേരളത്തിലെ പോലെ തന്നെ വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന വ്യത്യസ്ത വിഭാഗക്കാരായ ആളുകൾ വളരെ സൗഹൃദത്തോടു കൂടിയാണ് കേരള ഹൗസിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുള്ളത്. പലരും ബീഫ് കഴിക്കാറുള്ളത്, അതുപോലെ തന്നെ അതിന് ഓർഡർ ചെയ്യാറുള്ളത്. ഇത് വർഷങ്ങളായി തുടരുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ അഖ്ലാഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നാമൊക്കെ വായിച്ചിട്ടുണ്ടാവും. അഖ്ലാഖിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയവർ, ആട്ടിറച്ചി കഴിച്ചു പോയവരാണ് അഖ്ലാഖ് ഗോമാംസമാണ് കഴിച്ചതെന്നും അവിടെ സൂക്ഷിച്ചത് ഗോമാംസമാണെന്നും പറഞ്ഞും അദ്ദേഹത്തെ തല്ലിക്കൊല്ലാൻ പോയത്. സമാനമായ വിഷയം തന്നെയാണ് കേരള ഹൗസിനും സംഭവിച്ചത്. കേരള ഹൗസിൽ വന്ന് പോത്തിറച്ചിയാണ് അവിടെ വിളമ്പുന്നതെന്ന് മനസ്സിലാക്കി എല്ലാം കണ്ടറിഞ്ഞ് പോയി അവിടെ നിന്ന് പല സമയങ്ങളും ഭക്ഷണം കഴിക്കുന്ന മലയാളികളായ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇവിടെ എത്തിയതെന്ന് ഹിന്ദു സേന പ്രവർത്തകർ പറയുന്നു. അങ്ങനെ ഹിന്ദു സേനാ പ്രവർത്തകർ എത്തി അവർ ഡൽഹി പോലീസിനെ വിളിക്കുന്നു. ഡൽഹി പോലീസ് റെസിഡൻറ്റ് കമ്മീഷണറുടെ അനുമതി പോലും ഇല്ലാതെ അവിടേക്ക് ഇരച്ചു കയറുന്നു. കേരളത്തിൻ്റെ ഒരു പ്രിമൈസിലേക്ക്, കേരളത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഡൽഹി പോലീസിന് ഒരുപക്ഷെ ദില്ലി പോലീസിന്റെ ഒരു വിശദീകരണം വരുമ്പോൾ അവിടെ ദില്ലിയാണ്, സംസ്ഥാനത്തിന്റെ എല്ലാ അധികാരങ്ങളുമുണ്ട്. കേരള ഹൗസിലേക്ക് എപ്പോൾ വേണമെങ്കിലും
കയറി ചെല്ലാനുള്ള അധികാരം ദില്ലി പോലീസിനുണ്ട്. ബി ജെ പി നേതാവ് അധ്യക്ഷൻ മുരളീധരൻ അടക്കമുള്ളവർ എന്ന് വാദിച്ച കാര്യമാണ്. ദില്ലിയിൽ എന്തായാലും ഒരു റെസിഡന്റ് കമ്മീഷനുണ്ട്, ചുമതലപ്പെട്ട വിഭാഗമുണ്ട്. മാത്രമല്ല കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പോലെ അത്രത്തോളം പ്രിവിലേജുള്ള ഒരു സ്ഥലം. അങ്ങനെയുള്ള ഒരു ന്യായീകരണം എത്രത്തോളം യുക്തിഭദ്രമാണ്? തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് പറഞ്ഞത്. ഞാൻ ആ പോയിന്റല്ല ഉയർത്തുന്നത്. ഫെഡറൽ സംവിധാനത്തിലേക്ക് ഡൽഹി പോലീസ് കയറി വന്നതിനെ കുറിച്ചല്ല. ഒരു ശരാശരി കേരളത്തിൽ ഒരു ഭക്ഷ്യ വസ്തുവിനെക്കുറിച്ച്, ഒരു ഹോട്ടലിൽ വിളമ്പുന്ന ഭക്ഷണത്തെക്കുറിച്ച് പരാതി വന്നാൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണോ ഇടപെടുക, അല്ലെങ്കിൽ കേരളത്തിലെ ഭക്ഷ്യ വകുപ്പാണോ ഇടപെടുക? ഒരു ഫുഡ് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ച് നിജപ്പെടുത്തേണ്ട കാര്യം. ഇതാണ് ആം ആദ്മി പാർട്ടി സർക്കാർ ഇന്ന് ചോദിക്കുന്നത്. ഇന്ന് കേരള ഹൗസിൽ സഞ്ജയ് സിംഗും അശുതോഷും എത്തിയിരുന്നു. അവർ ചോദിച്ച ചോദ്യം ഇതാണ്: ഒരു ഭക്ഷണത്തെക്കുറിച്ച് പരാതി വരുന്നു, ഈ ഭക്ഷണം പരിശോധിക്കാൻ ഡൽഹി പോലീസിൻ്റെ കയ്യിൽ എന്താണുള്ളത്? അതിന് ഡൽഹി ഗവൺമെൻറ്റിൽ ഒരു ഫുഡ് ഇൻസ്പെക്ടർ ഉണ്ട്, ഭക്ഷ്യവകുപ്പുണ്ട്. അവരോട് പറയേണ്ടിയിരുന്ന വിഷയം പോലും അവരോട് പോലും പറയാതെ ഇത് ഒരു ഹിന്ദു സേനാ പ്രവർത്തകൻ്റെ ഫോൺ വരുന്നു. ആ ഫോൺ കേട്ട് 40ഓളം പോലീസുകാർ കേരള ഹൗസിലേക്ക് വരുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ശ്രീ ഹസനുൽ ബന്ന, ദാദ്രിയിൽ ചെന്നത് ഹിന്ദുസേന വിഭാഗങ്ങളാണെങ്കിൽ ഇവിടെ ചെല്ലുന്നത് പോലീസ്. വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഹിന്ദു താങ്കളിലേക്ക് ഞാൻ എത്താം. ശ്രീ പത്മകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്ത് ന്യായീകരണം, ഏത് രീതിയിൽ മതവികാരങ്ങളെ അവിടെ വ്രണപ്പെടുത്തി പറയാൻ ഒരു ന്യായീകരണവുമില്ല. അവിടെ പരിവാർ സേനയെ പോലെ പോലീസ് എത്തുന്നു. അവിടെ നിയമം നടപ്പാക്കേണ്ട പോലീസ് എത്തിയത് കാരണം അത്രത്തോളം കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്, അത്രത്തോളം സന്നാഹങ്ങളുമായി. ഇത്രത്തോളം ഒരു വികാരം, ചേതോ വികാരം എങ്ങനെ കാട്ടി എന്ത് ന്യായീകരണം ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് പറയാൻ കഴിയും? അല്ല, ഇതിൽ എന്താണ് ന്യായീകരിക്കാൻ കഴിയാത്തത്? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു ക്രിമിനൽ കുറ്റം ഒരിടത്തും നടക്കുന്നതെന്ന് ഒരു പരാതി മനസ്സിലാക്കിയാൽ ആ പോലീസിന് അത് പരിഹരിക്കാൻ അവിടെ കയറി പരിശോധിക്കാനുള്ള അവകാശമില്ലേ? ഇതിനെന്താ ഫെഡറൽ സംവിധാനത്തിൻ്റെ പ്രശ്നം? ഇപ്പോൾ ഹസനുൽ ബന്ന പറയുന്ന കേട്ടു ആദ്യം ഫുഡ് ഇൻസ്പെക്ടർ വരണമെന്ന്. ഇവിടെ കേരളത്തിൽ മ്ലാവിറച്ചി വെക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം വെച്ച് ഒരാളെ കൈവശം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാനിറച്ചി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫുഡ് ഇൻസ്പെക്ടർ പോയി പരിശോധിച്ചിട്ടാണോ കാട്ടുകള്ളന്മാരെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം അവിടെ രാജ്യതലസ്ഥാനത്തെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് എന്തായാലും ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ബീഫ് അല്ലെ പശുമാംസം വിൽക്കുന്നു എന്നത് അല്ലെങ്കിൽ ആ തരത്തിൽ കേട്ടത് വലിയൊരു സംഭവമായി എടുക്കുന്നു. അതല്ല നമ്മൾ എടുക്കേണ്ടത് അവിടെ നടന്നു എന്ന് പറയുന്ന കാര്യം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നിയമവിരുദ്ധമാണോ? 1967 കാർഷിക കന്നുകാലി സംരക്ഷണ നിയമം അനുസരിച്ച് പശുവിനെ കൊല്ലുന്നതും മാംസം സൂക്ഷിക്കുന്നതും കുറ്റകരമാണ്. അതാണോ അല്ലയോ? അത് ശരിയാണ്. പക്ഷേ പ്രോപ്പർ വേയിലൂടെ കേരള ഹൗസിലേക്ക് 20 വർഷത്തോളമായി അവിടെ ബീഫ് മാത്രമല്ല അംഗീകൃത അറവുശാല എന്നാണ് എത്തുന്നത്. ഈ സംവിധാനങ്ങളൊക്കെ തന്നെ പാലിക്കേണ്ട സംവിധാനം നിലനിൽക്കെ, സ്റ്റേറ്റ് പോലീസ് നിലനിൽക്കെ, ഭരണ സംവിധാനം നിലനിൽക്കെ തിരുത്തൽ വരുത്തിക്കൊണ്ട് അതൊന്നുമില്ലാതെ കാട്ടിയത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടെ പോലീസ് സംവിധാനം സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലല്ല. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട ചുമതല കേന്ദ്ര പോലീസ് അല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ്, കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ്. തിരുവനന്തപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിനകത്ത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നു എന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയാൽ മാനേജരെയും വിളിച്ച് ടൂറിസം മന്ത്രിയും വിളിച്ചിട്ടാണ് പോകുന്നത്, പോലീസ് നേരെ കയറുമോ? ഇത് തന്നെയാണ് അവിടെയും നടന്നത്. ഇത് തന്നെയാണ് ആ സംഭവം. അവിടെ എന്താ സംഭവിച്ചത്? പരാതി ഉണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് ചെന്നു, അവിടെ ഇങ്ങനെ ഉണ്ടോ നോക്കി തിരിച്ചു പോയി. അപ്പുറം എന്താ? ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് കേട്ടു മലയാളിയുടെ ആത്മാഭിമാനം. ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല ഈ മലയാളിയുടെ ആത്മാഭിമാനം പോത്തിൽ ഇറച്ചിയിലാണ് ഇരിക്കുന്നതെന്ന്. ഇദ്ദേഹത്തിന് എങ്ങനെ ഇവിടെ ഒറ്റ ചോദ്യം ഞാൻ താങ്കളുടെ യുക്തികളും മുന്നോട്ട് വയ്ക്കുന്ന ഘടകങ്ങളെല്ലാം പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട്, കാരണം രാജ്യത്ത് അത് ദില്ലിയിൽ ഒട്ടേറെ ഘടകങ്ങൾ പരിശോധിക്കപ്പെടുന്നു. ഇന്നലെ കണ്ട പോലീസിൻ്റെ പകുതി ഉത്സാഹം മതി ദില്ലിയിൽ അവിടെ പീഡനങ്ങളോ അല്ലെങ്കിൽ ആ തെരുവോരങ്ങളിൽ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന ഒരൊറ്റ സെർച്ച് മതി ഇതിൻ്റെ പകുതി ഉത്സാഹം കാട്ടാമായിരുന്നു. മാത്രമല്ല 1/3 പേർ
മൂന്നിൽ 1 പേർ പട്ടിണി കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനം, ചേരിയിലെ ജനങ്ങൾ. പല ഘടകങ്ങൾ നിലനിൽക്കെ പോലീസിൽ പരാതിപ്പെട്ടാൽ പോലും ദില്ലിയിൽ, കാരണം നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ വർഷങ്ങളും പ്രവർത്തിച്ച ഒരു പരിചയമുള്ളത് കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട്, പരാതിപ്പെട്ടാൽ തിരിഞ്ഞു നോക്കാത്ത പോലീസ് എന്തുകൊണ്ട് ഇത്രത്തോളം ചേതോവികാരം ഇക്കാര്യത്തിൽ കാട്ടി? പ്രജീഷ് പറഞ്ഞത് പണ്ട് കാലത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും പരാതിപ്പെട്ടാൽ ചെല്ലാത്ത പോലീസ് എന്നുള്ളത്. ഇപ്പോൾ ഡൽഹി പോലീസ് അങ്ങനെയല്ല. അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ ഇഷ്യൂ ഇപ്പോൾ രാജ്യത്ത് സെൻസേഷണലാക്കി കൊണ്ടുവരുവാൻ ചില ഇടതുപക്ഷ ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് നിസ്സാരമല്ല. ആദ്യം ഒരാൾ ഫേസ്ബുക്കിൽ, ഒരു മലയാളി തന്നെ ഫേസ്ബുക്കിൽ ഇടുന്നു, അവിടെ ബാക്കിയെല്ലാം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, ബീഫ് മാത്രം മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഒരു ഹിന്ദു സേന എന്ന് പറയുന്ന ഒരാൾ കംപ്ലൈന്റ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ സെൻസേഷൻ. അതുകൊണ്ട് 20 പോലീസുകാരെ ഞാൻ പോയുള്ളൂ. പരാതി കിട്ടി, അത് പരിശോധിക്കാൻ. അതോടൊപ്പം കൂടുതൽ പോലീസ് പോയത് അവിടെ പരിശോധിക്കാൻ, സംരക്ഷണം കൊടുക്കാനാണെന്നാണ് ഡൽഹി പോലീസ്. റഹീം, എത്രത്തോളം യുക്തിഭദ്രമാണ് പത്മകുമാറിന്റെ? കാരണം അദ്ദേഹം കാട്ടുന്ന അല്ലെങ്കിൽ ദില്ലി പോലീസിന്റെ ആ ഒരു ശുഷ്കാന്തി എന്തായാലും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. കാരണം അവിടെ ഒരു സാന്ദർഭികമാണ്. കോണ്ടസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഗോമാംസം വിൽക്കുന്ന പരാതി ലഭിച്ചതുകൊണ്ട് ചട്ടങ്ങൾ പോലും നോക്കാതെ പെട്ടെന്ന് പോയി പിടിച്ചെടുക്കാനുള്ള ആ ഒരു ഉത്സാഹം കാട്ടുന്നു. എങ്ങനെ കാണാം? വലിയ അപകടകരമായ കാര്യമുണ്ടല്ലോ. കാര്യം അവിടെ ഹിസ്ബുൾ മുജാഹിദിനോ വേറെ ഏതെങ്കിലും സംഘടന അവിടെ ബോംബ് വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് കയറി ചെല്ലേണ്ട വലിയ കാര്യമാണ്. ഇതിനകത്ത് യുക്തിഭദ്രമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രതീക്ഷിച്ച ചോദ്യം. ശ്രീ പത്മകുമാറിൻ്റെത് മാത്രമല്ല, BJP കുറേ കാലമായി ഈ ഇന്ത്യയിൽ ഉയർത്തുന്നതെല്ലാം യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്. യുക്തിസഹമല്ലാത്ത കാര്യങ്ങളും കെട്ടുകഥകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് RSSും BJPയും കുറേ നാളായി നിൽക്കുന്നത്. രണ്ടാമതൊരു കാര്യം, പോലീസിനെയും RSSിനെയും ഹിന്ദു സേനാ പ്രവർത്തകരും RSSും ഒരു വ്യത്യാസവുമില്ല. അതിവിടെ മാത്രമല്ല, ഗുജറാത്ത് കലാപത്തിൽ പോലീസു തന്നെ, എത്രയോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, പോലീസു തന്നെ കലാപത്തിന് നേതൃത്വം കൊടുത്ത അനുഭവങ്ങളുണ്ട്. അത് RSS ഭരിക്കുന്ന സംസ്ഥാനത്ത് RSSന് സ്വാധീനമുള്ള പോലീസും RSSൻ്റെ സൈനികരും തമ്മിൽ, RSSൻ്റെ വോളണ്ടിയറും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. അവർ ഒന്നായാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹിന്ദു സേനയുടെ പ്രവർത്തകർക്കൊപ്പം പോലീസ് കാക്കിയിട്ടവർ കയറി ചെല്ലുന്നു. ഇവിടെ വരുന്നൊരു പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനിതിൽ 2-3 കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത്. ഇദ്ദേഹം പറയുന്നു, 1-2 കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി പറഞ്ഞു. മ്ലാവറച്ചിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. മ്ലാവറച്ചി എന്ന് പറയുന്നത് പോലെയാണോ ഈ പറയുന്ന പോത്ത്? ഈ പറയുന്ന കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് BJP ഇരട്ടത്താപ്പ് നടത്തുന്നത്? ഞാൻ 2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ദില്ലിയിൽ അദ്ദേഹം വർഷമെല്ലാം ഉദ്ധരിച്ചുകൊണ്ടുകൂടെ പറഞ്ഞല്ലോ, നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അതേ ഡൽഹിയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്ന, പശുവിറച്ചി കയറ്റുമതി ചെയ്യുന്നത് BJPയുടെ MP ആണെന്ന് വിവരം പുറത്തു വന്നില്ലേ? BJP അല്ലേ ചെയ്യുന്നത്? രണ്ടാമതൊരു കാര്യം, ഈ കേരളത്തിൽ BJPക്ക് നിലപാടെടുക്കാൻ പറ്റുമോ? കേരളത്തിൽ BJPയുടെ BJP പ്രവർത്തകരും BJPയുടെ നേതൃത്വവും ബീഫിനെതിരായും ഈ ഇറച്ചിക്കെതിരായും ഈ പറയുന്നത് പോലെ ഇത്രയും വലിയ സംഭവമാണല്ലോ ഇതുവരെ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായ കാര്യം, ഇത് കേരളത്തിൽ ഇന്ന് ഉയർന്നായ ഒരു കാര്യം. കേരളത്തിൽ ഈ സംഭവം കേരള ഹൗസ് ഉണ്ടായ കേരളീയർക്കുണ്ടായ പ്രശ്നമാണ്. കേരളീയർക്കുണ്ടായ ഒരു ഏറ്റുമുട്ടലാണ്. ഇവിടെ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും, ഡൽഹി ബേസ്ഡായ മുഴുവൻ മാധ്യമപ്രവർത്തകരും അവിടെ സംഘടിച്ചു. അവർ പറയുന്നത് എം പിമാർ മാത്രമല്ല, മാധ്യമപ്രവർത്തകർ. ഇത് കേരളത്തിൽ കേരളവർമ്മ കോളേജിൻ്റെ വിഷയത്തിൽ ദീപാനിഷേധത്തിൻ്റെ കാര്യത്തിൽ നവമാധ്യമ സമൂഹം ഒന്നാകെ പ്രതികരിച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സാകെ പ്രതികരിച്ചു. മാനേജ്മെൻറ്റിന് പോലും നിലപാടിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. കുറേ നാളായി ആൻറ്റി ഫാസിസ്റ്റ് നിലപാടിൽ വളരെ ശക്തമായ നിലപാട് മാതൃകാപരമായി കേരളം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും, പ്രത്യേകിച്ച് ഞാൻ അടിവരയിട്ട് പറയുന്നു, പ്രതികരണത്തിലേക്ക് എന്തായാലും വരാം. ശ്രീ ഭാർഗവരാമൻ, ഇവിടെ ഒരുപക്ഷെ പറയപ്പെടുമ്പോൾ പരിവാർ സംഘടനകളുടെ ഇടപെടൽ സംബന്ധിച്ച് ഇവിടെ വളരെ കോച്ചിൻ്റെ പരിവേഷത്തോടു കൂടി എന്തായാലും BJP കാര്യങ്ങളെ ഭദ്രമാക്കുമ്പോൾ പ്ലേയേഴ്സായി പരിവാർ സംഘടനകളെ മുന്നോട്ടിറക്കുന്നു. അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേ എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നു. സംഭവങ്ങൾ അതിസങ്കീർണവും വ്രണം പോലെയാകുമ്പോൾ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും വന്ന് വിശദീകരണം നൽകുന്നു. എന്ത് പുതിയ ഫാസിസ്റ്റ് രീതി അവലംബിക്കാൻ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ആക്ഷേപം മുഴുവൻ നിങ്ങളുടെ അല്ലെങ്കിൽ പരിവാർ സംഘടനകളുടെ മുകളിലേക്ക് വെക്കുന്നത് BJPയുടെ അടക്കം തന്ത്രമായി മാറുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു ക്യാമ്പയിനിങ് ആണ്. കുറച്ചു കാലമായിട്ട് സംഘപരിവാറിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ക്യാമ്പയിനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പല മോഡുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മോഡാണ് ഗോ മാംസം എന്നുള്ള വിഷയത്തിൽ. ഒരു പ്രസക്തിയുമില്ലാത്ത വെറും പേപ്പർ സംഘടനയുടെ ഒരാൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഏതൊക്കെ പത്രപ്രവർത്തകന്മാർക്ക് കത്തയച്ചു എന്നും പറഞ്ഞിട്ട് അവരെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ട് വലിയ കോലാഹലം ഉണ്ടാക്കിയ ആൾക്കാരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ. ഒരു പേപ്പർ സംഘടനയുടെ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ആൾ 2011 വരെ ശിവസേനയുടെ ആളായിരുന്ന ആളാണ്. പിന്നീട് അതിൽ നിന്നും വിട്ടിട്ട് ആണ് ഒരു ഹിന്ദു സേന എന്ന് പറയുന്ന ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് വന്നത്.
ഇങ്ങനെ നിരവധി സംവിധാനങ്ങൾ പല ഭാഗത്ത് രാജ്യത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന കാര്യം സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എങ്കിൽ ഇവിടെയുള്ള എല്ലാ മാവോവാദി ആക്രമണങ്ങൾക്കും സീതാറാം യെച്ചൂരി മറുപടി പറയണം, സഖാവ് പിണറായി വിജയൻ മറുപടി പറയണം. പക്ഷേ അതല്ല. ഇവിടെ ഇക്കാര്യത്തിൽ എന്ത് യുക്തിഭദ്രമായ ഒരു മറുപടിയാണ് മുന്നോട്ട് വെച്ച് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു. കാരണം ഈ പറയുന്ന സംഗീത് സോമോ അല്ലെങ്കിൽ BJP-യുടെ MP-മാർ സംഗീത് സോമോ, സാക്ഷി മഹാരാജ തുടങ്ങിയ ഒട്ടേറെ പേർ ഈ പറയുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ പോലും അപലപിക്കാത്ത ഒരു വിഭാഗം മാത്രവുമല്ല, ഇതൊക്കെയാണ് നിഷ്ഠ എന്ന് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പച്ചക്കൊടി കാട്ടുന്ന പ്രസ്താവനകൾ. മുൻപ് UPA സർക്കാരിന്റെ കാലത്തൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അസ്വാഭാവികമാണ് എന്ന് നിങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവികമാണെന്ന് നിങ്ങൾ പറയുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഗോവധം നിരോധിച്ച് UPA സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ച സമയത്തും ഉണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യം വലിയൊരു അരക്ഷാവസ്ഥയിലേക്ക് പോകുന്നു എന്ന തോന്നൽ ഉണ്ടാകാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ ആദ്യന്തം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ക്യാമ്പയിനിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഏത് വിഷയമാണ് എങ്കിലും ആ വിഷയത്തിൻ്റെ ഇപ്പോൾ സംഗീത് സോമിൻ്റെ വിഷയം പറഞ്ഞു, അതുപോലെ തന്നെ സാധ്വി പ്രാജിയുടെയും സാക്ഷി മഹാരാജിൻ്റെയും ഒക്കെ വിഷയം പറഞ്ഞു. ദാദ്രി സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ ആദ്യമായിട്ട് ചെന്നത് ഒവൈസിയാണ്. ഒവൈസി ചെന്നിട്ട് ഭീകരമായിട്ടുള്ള രീതിയിൽ ആക്രമണം അഴിച്ചുവിടാനുള്ള ആഹ്വാനവുമായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം അതിൻ്റെ മറുപടിയായിട്ട് അതിനുശേഷം അദ്ദേഹം ചെയ്ത UN അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് കത്തയച്ചു, വിദേശ രാജ്യ തലവന്മാർക്ക് കത്തയച്ചു. ഇവിടെയുള്ള ആഭ്യന്തര സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹം ശ്രമിച്ചത്. അതിനു പകരം പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് ആ UP ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടത്തിനെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന മട്ടിലാണ് അദ്ദേഹം പ്രയത്നിച്ചത്. അതിൻ്റെ ഇരകളാക്കപ്പെട്ട ആ നാട്ടുകാരെ സംരക്ഷിക്കേണ്ടത് ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ നേതാക്കന്മാർക്ക് അതിൽ ചുമതലയുണ്ട്. അതിനുശേഷം സംഭവിച്ചത് പ്രസ്തുത കലാപബാധിത പ്രദേശത്ത് ചെന്ന് ഇവരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒവൈസിക്ക് എന്നെ പറയാമെന്ന് അനുവദിക്കണം. അതായത് സാധ്വി പ്രാജി പറഞ്ഞതിനും നിരഞ്ജന പറഞ്ഞതിനും സാക്ഷി മഹാരാജ് പറഞ്ഞതിനും ഒക്കെ ഒവൈസിക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് തിരുത്തൽ വരുത്തേണ്ടടുത്ത് BJP-യുടെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ, അത് ജെയ്റ്റ്ലി ആണെങ്കിലും ശരി, അമിത്ഷാ ആണെങ്കിലും ശരി, അവരൊക്കെ തിരുത്തൽ വരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാതെ അവർ പറഞ്ഞത് പറയാതെ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷി മഹാരാജിനെ കുറിച്ചാണ്. സാക്ഷി മഹാരാജിനെ 3 വർഷം ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാധ്യമപ്രവർത്തകരടക്കം ദില്ലിയിൽ ദേശീയ മാധ്യമ പ്രവർത്തകരടക്കം ഈ സമരത്തിന്റെ ഭാഗമായി ചേരണമെങ്കിൽ അത് ഗൂഢാലോചനയാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ഗൂഢാലോചന. ഞാൻ പറയാം, ഈ സമരത്തിന്റെ ഒക്കെ ചുക്കാൻ പിടിച്ച ആളുകൾ കൂടിയാണ് ശ്രീ ഹസനുൽ ബന്ന. അവിടെ ഭാർഗവരാമൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടിനെ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും? താങ്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മാത്രമായിരുന്നോ അവിടെ സമരത്തിലേക്ക് ഇറങ്ങിയത്? രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം വലിയൊരു ശബ്ദം തന്നെ ഉണ്ടായി. അവിടെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗോ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണോ ഭാർഗവരാമൻ നിരത്തുന്ന വാദഗതികൾ? ഇതിൽ മനസ്സിലാക്കേണ്ടത്, നാം ഇവിടെ കേൾക്കുകയുണ്ടായി ഏതൊക്കെയോ ചില സംഘടനകൾ, കടലാസ് സംഘടനകൾ എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ദാദ്രിയോട് ഈ സംഭവത്തെ താരതമ്യം ചെയ്തത് അതുകൊണ്ടാണ്. ദാദ്രിയിൽ അഖ്ലാഖിൻ്റെ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രതാപ് സേന, അതുപോലെ തന്നെ സംവരണ സമരം നടത്തിയ മറ്റൊരു സമാധാൻ സേന എന്നീ 2 സംഘടനകളാണ്. ഇതുപോലെ ഈ മൊത്തം ഗ്രൗണ്ട് ലെവലിൽ കുറേ പ്രാദേശിക ഗ്രൂപ്പുകളുടെ തങ്ങളുടെ ചാവേറുകളായി സൃഷ്ടിക്കുന്ന ഒരു പുതിയ തന്ത്രം രൂപപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രാദേശിക സംഘടന, ഏതെങ്കിലും ഒരു കടലാസ് പുലി വിളിച്ചു പറഞ്ഞാൽ ഡൽഹി പോലീസ് റെസിഡന്റ് കമ്മീഷണറുടെ പെർമിഷൻ പോലും ഇല്ലാതെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് കയറി ചെല്ലാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ആരുടേതാണ് ഡൽഹി പോലീസ്? നരേന്ദ്രമോദി നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ. ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അനുമതിയും ആശീർവാദവും ഇല്ലാതെ അങ്ങനെ പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറ്റം വരുന്നത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിലുള്ള BJP-യാണ് അതിന് നേതൃത്വം നൽകുന്ന BJP-യാണ്. ഇതാണ് നാളെ ഡൽഹിയിലെ ഒരു അടുക്കളയിൽ ഇപ്പൊ എൻ്റെ വീട്ടിൽ പശു ഇറച്ചി വിളമ്പുന്നെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ നാളെയും ഡൽഹി പോലീസ് ഇതേ പണി ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്.
എന്തായിരിക്കും അവിടെ ഡൽഹിയിലെ അവിടെ ഗുരുതരമായ കാര്യങ്ങളാണ്. ഒരു പക്ഷേ വയറ് പോലും കുത്തി തുറന്ന് അത് പശുമാംസമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഒരു പക്ഷേ പോകുന്നത്. അല്ല, ഇനിയെങ്കിലും ഈ പോത്ത്, പന്നി, പോർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് മതിയാക്കാണ് നല്ലത്. ഈ അസൽ പോലെയുള്ള ബുദ്ധിജീവികൾ ഞാൻ പറഞ്ഞോട്ടെ, ഇന്ത്യയിൽ പച്ച പിടിക്കുന്നില്ല. ഭക്ഷണം പരിശോധിക്കാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്തെ ആളുകളെ വെട്ടിക്കൊല്ലുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, റഹീം പറഞ്ഞോട്ടെ. ഈ പോത്ത്, പന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുറകെ നടക്കാതെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. നിങ്ങൾ അത് ഉപേക്ഷിക്കുമായിരുന്നു, പക്ഷേ അത് വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് പരിവാർ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളെ അത് അപലപിക്കുകയും അല്ലെങ്കിൽ അതുകൊണ്ടാണ് തുടരാവുന്നത്, ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ പോകുന്നത്. അതിനുള്ള കോൺടെസ്റ്റുകൾ എന്തായാലും നിങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമാണ്. അതിനെ നേരിടാൻ ഞങ്ങൾക്കറിയാം. ഈ പോത്ത്, ഞാൻ പറഞ്ഞത് പോത്ത്, പന്നി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഈ ഇന്ത്യയിൽ പച്ച പിടിക്കില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജമ്മു കാശ്മീരിൽ ലഡാക്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി 3-2 കഴിഞ്ഞു. കേരളത്തിനേക്കാൾ കൂടുതൽ മാട്ടിറച്ചി തിന്നുന്ന സംസ്ഥാനമാണ് ഗോവ. ഇന്ന് 11 ഗോവയിൽ നിരോധിക്കാൻ ശ്രമം ഉണ്ടായിരുന്നു. അവിടെ അറിയാം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗം കൂടുതലുള്ള മേഖല പൾസറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അറിയാം. ഗോവയിൽ നിരോധിച്ചാൽ അതിനുള്ള മറുപടി നിങ്ങൾ കേരളത്തിൽ നിരോധിച്ച ഞങ്ങൾ ആരെങ്കിലും ആദ്യം മാട്ടിറച്ചി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പശു വന്നിട്ടുണ്ടോ? ബീഫ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരെങ്കിലും മേള നടത്തിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ നിരോധിക്കുന്നതിനൊക്കെ ഇവർ പോയി ചാരാ ചോദിച്ചോളൂ, ഇവർ മേള നടത്താറുണ്ട്. ഈ ബീഫിനോട് മാത്രം ഇത്ര പ്രത്യേക സ്നേഹം ചാരായം പോലല്ല. ഞാൻ പറഞ്ഞു, ബന്ധപ്പെട്ടാണ് ഇവർ ഈ പറയുന്നത്. ഇത് ചുരുക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞല്ലോ ക്യാമ്പയിൻ, സംശയമില്ല ക്യാമ്പയിനാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഊഹാപോഹങ്ങളും കെട്ടുകഥകളും പറഞ്ഞുകൊണ്ടാണ് RSS എപ്പോഴും. ഇതിനകത്ത് മുസ്ലിംസിനെതിരായും ക്രിസ്ത്യൻസിനെതിരായും നടക്കുന്ന അക്രമങ്ങളോ ബീഫിന്റെ പേരിൽ നടക്കുന്നതോ മാത്രം കരുതണ്ട. ഏതെങ്കിലും ഒരു ദളിതൻ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നും ഇവർ കൊല്ലുന്നുണ്ട്. ഇത് അവിടെയും കൊല്ലുന്നുണ്ട്. ഇവർ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിപ്പിക്കാൻ ഇവിടെ നടക്കുകയാണ്. ഈ ഉത്തരേന്ത്യയിൽ ദളിതരാരെങ്കിലും അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്നും ഇതുപോലെ പരിശോധന നടത്തുന്നുണ്ട്. ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങിയവരെ അഡ്വക്കേറ്റ് BRM ഷഫീർ, ഇവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് ഇക്കാര്യത്തിൽ എന്തായാലും നമ്മുടെ സെക്രട്ടേറിയറ്റിന് തുല്യമായ അതേ നിലയിൽ കാണുന്ന ദില്ലിയിലെ കേരള ഹൗസ്, അവിടെ ഒരു സംഭവം എന്തായാലും ഈ രീതിയിൽ നടക്കുമ്പോൾ ദില്ലി പോലീസിനോട് മിതത്വം പാലിക്കണമെന്ന നിർദ്ദേശം മാത്രമല്ല, എന്തായാലും അത് കത്തിൽ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് കത്തെഴുതി. അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. ഒരുപക്ഷെ കേരള ജനത ആഗ്രഹിച്ച ഒരു പ്രതികരണമാണോ മറുപടിയാണോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ? ഈ ഇന്നലെ കേരള ഹൗസിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ശക്തമായ പ്രതിഷേധം മാധ്യമങ്ങളിലൂടെ അറിയിക്കുക മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിന് അതിനെ സംബന്ധിച്ച് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കത്തയക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രേഖാമൂലം തന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ അധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കത്തയക്കുകയും ചെയ്തു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഒരല്പം കൂടി മുന്നോട്ട് പോയി. ഷഫീർ, ഒരു കാര്യം ഞാൻ ഇവിടെ ഈ സംഭവം ആന്ധ്രാഭവനിലോ തമിഴ്നാട് ഭവനിലോ ആയിരുന്നുവെങ്കിൽ അവിടെ എടുക്കുന്ന മുഖ്യമന്ത്രി, ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട്, സംഭവത്തിന്റെ തുടർ സാക്ഷ്യങ്ങൾ, അത് താങ്കൾ ആലോചിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു മറുപടി പറയുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡൽഹിയിലെ റെസിഡൻസ് കമ്മീഷണറുടെ അനുവാദം കൂടാതെ അതിനകത്ത് കയറിയ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തെ സംബന്ധിച്ച് ശ്രീ പത്മകുമാർ പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് ഈ ഇഷ്യൂവിനെ ഒരു ജാതിമത പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനോട് പ്രതികരണം സംബന്ധിച്ചാണ് താങ്കളോട് ചോദിക്കുന്നത്. അത്രയും മതിയായിരുന്നോ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതോ? സാമാന്യമായ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ വരികൾ പരിശോധിച്ചാൽ, ഓരോ ടെസ്റ്റും പരിശോധിച്ചാൽ അവിടെ കാര്യങ്ങളെ അപലപിച്ചിട്ടില്ല. RSS ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന എഴുത്തുകാരടക്കം നേരിടുന്ന വലിയ പ്രതിസന്ധി, അതിൻ്റെ തുടർ സംഭവങ്ങൾ, ദാദ്രിയിൽ നിന്ന് തുടങ്ങിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. അതൊന്നും പറയണ്ട, അതൊക്കെ പൊതുവായി ഒരു വാക്കിൽ പോലും അദ്ദേഹം അപലപിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളാണ് ഇരട്ടത്താപ്പെന്ന ഒരുപക്ഷെ ഒരു ഇതിനകത്ത് ഒരു ഇരട്ടത്താപ്പുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച്
ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കും അതിശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രേഖാമൂലം കത്തയച്ചിട്ടുണ്ട്. യെസ്, എന്തായാലും ഹസനുൽ ബന്ന, താങ്കൾ എന്തായാലും ഒരു മാധ്യമപ്രവർത്തകനാണ്. താങ്കൾക്ക് എന്തായാലും നിഷ്പക്ഷമായ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് സംബന്ധിച്ച് താങ്കൾക്ക് തോന്നുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ വേണമായിരുന്നു എന്ന തോന്നലാണോ, അതോ ഈ പറയുന്നത് പോലെ പലരും ആക്ഷേപിക്കുന്ന പോലെ പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ട, നിഷ്പക്ഷമായി നിരീക്ഷിച്ചാൽ? രണ്ട് വിഷയങ്ങൾ ഈ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ദേശീയ മാധ്യമങ്ങൾ ഇത് കവർ ചെയ്തു എന്ന്. യഥാർത്ഥത്തിൽ BBC അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളടക്കം കേരള ഹൗസിലെ വിഷയം വലിയൊരു വിഷയമാക്കി എടുക്കുകയും അന്തർദേശീയ സമൂഹത്തിന് മുമ്പാകെ അവർ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ഗൗരവമേറിയൊരു വിഷയത്തിൽ, അതായത് ഒരു ബ്രീച്ച് ഓഫ് പ്രിവിലേജ്, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അധികാരഘടനയിൽ ഇടപെട്ടുകൊണ്ട് പോലും ഗോമാംസ രാഷ്ട്രീയം BJP കളിക്കുന്നത് ഒരു അന്തർദേശീയ തലത്തിൽ എത്തിക്കഴിഞ്ഞ സമയത്തും നാം മനസ്സിലാക്കേണ്ടത്, ആ സമയത്ത് പോലും ഇന്നലെ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന റെസിഡന്റ് കമ്മീഷണർ പുറപ്പെടുവിച്ച ബീഫ് നിരോധനം നിലനിൽക്കുകയായിരുന്നു. പിന്നീട് ഇത്രയും പ്രതിഷേധങ്ങൾ വന്നതിനെ തുടർന്ന് ഇന്ന് ഈ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം കേരള ഹൗസിൽ ബീഫ് നിരോധനം റദ്ദാക്കുകയും നാളെ മുതൽ ബീഫ് കിട്ടുമെന്ന അറിയിപ്പ് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ഇതൊരു ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള ആക്രമണമായി കണ്ടിട്ട് ഈ ഒരു വിഷയത്തിൽ അത്രയും ഗൗരവത്തിൽ വിഷയത്തെ സമീപിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഷബീർ അതിന് മറുപടി. കാരണം ദില്ലിയിലുള്ള മാധ്യമ പ്രവർത്തകരാണ് അദ്ദേഹം, എന്തായാലും അക്കാര്യത്തിൽ പക്ഷപാതമില്ലാത്ത കാര്യങ്ങളെ നോക്കിക്കാണുകയാണ്. ഷബീർ, മറുപടി. ഇതിനകത്ത് ഒരു സംശയം വേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രി അതിശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ശ്രീ ഹസനുൽ ബന്ന മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം ഇതിനകത്തൊരു രാഷ്ട്രീയം കാണുന്നുണ്ട്. ഇവിടെ SNDP യോഗവും അതുമായി ബന്ധപ്പെട്ട സമുദായ സംഘടനകളുമെല്ലാം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ചോർന്ന് BJPയിലേക്ക് പോയപ്പോൾ ഉണ്ടായ വിടവ് ചില ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിലൂടെ നടപ്പിലാക്കാമെന്നുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രമാണ്. അജണ്ടയാണോ? കാരണം ഇതൊക്കെ സമയോചിതമായ മറുപടിയാണോ അദ്ദേഹം പറയുന്നത്? അടിസ്ഥാനരഹിതമായി പറയാണ്, ഒളിച്ചോടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ മാത്രമല്ല, ദാദ്രി വിഷയത്തിൽ AK ആന്റണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് BRM ഷബീറിന് കാണിച്ചു തരാൻ പറ്റുമോ? AK ആന്റണിയുടെ വയലാർ റബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? ദേശീയ തലത്തിലുള്ള ടോം വടക്കന്റെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ? പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ഷബീർ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ഷബീർ കേൾക്കേ, ഷബീർ മിണ്ടാതിരിക്കും. ഷബീർ, ഞാൻ പറയുന്നത് കേൾക്ക്. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരുന്നല്ലോ. നിങ്ങൾ നോക്കിയേ, ഈ കേരളത്തിൽ ഈ പറയുന്നതാണോ പ്രശ്നം? ഈ കേരളത്തിന് 2-3 പ്രശ്നമാണ്. കേരളത്തിന്റെ ഫെഡറൽ സംവിധാനത്തിൽ ഇരച്ചു കയറുന്നു. BBC ഉൾപ്പെടെ അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി ദേശീയ മാധ്യമങ്ങൾ പലതും ഇതാണ് പ്രധാനപ്പെട്ട ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മാത്രമല്ല, കേരള വർമ്മ കോളേജിന്റെ ഇഷ്യൂ ഉണ്ടാകുന്നു, ദീപാ നിശാന്തിനെതിരായ ആക്രമണം ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കുറേ കാലമായി നിങ്ങൾ ഒരു സീരീസ് എടുത്തേ. ഇവിടെ കേരള അതോറിറ്റിയുടെ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം എന്ത്, കോൺഗ്രസിന്റെ പ്രതികരണം എന്ത്? ഷബീർ വളരെ ചുരുക്കി മറുപടി പറയണം. ഞാൻ ചോദിക്കട്ടെ, കാര്യം, ഈ രാജ്യത്ത് ഇത്രയും സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും 2 പേരാണ് രാജ്യത്ത് മൗനം തുടരുന്നത്. ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 2 കേരളത്തിന്റെ മുഖ്യമന്ത്രി. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. റഹീം എന്താ പറഞ്ഞെന്നറിയോ? ദാദ്രിയിൽ പശുവിൻ്റെ പേരിൽ ഒരു അഷ്ഫഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും ഒരു മധ്യവയസ്കനെയും അവിടെ അടിക്കുകയും ഒരാളെ അടിച്ച് കൊല്ലുകയും ചെയ്ത സംഭവത്തിൽ ഇവിടെ റഹീം പറഞ്ഞല്ലോ, CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ സീതാറാം യെച്ചൂരി ആ സ്ഥലത്ത് പോയോ? ഞങ്ങൾ പോയി. ഞങ്ങളുടെ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് നേരത്തെ ആദ്യമായിട്ട് അവിടെ സന്ദർശിക്കുകയും ആ കുടുംബത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് വാർത്ത പറയുകയും ചെയ്തത്. ഈ സംഭവത്തെ അപലപിച്ചത് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാ. നിങ്ങളുടെ MP-മാർ ആരെങ്കിലും പോയോ? മുഖ്യമന്ത്രി എന്തായാലും കാര്യത്തിൽ മൗനം തുടരുക. കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലോ ദാദ്രി സംഭവവുമായി ബന്ധപ്പെട്ട് ദാദ്രിയിൽ ഞാൻ വളരെ കൃത്യമാണ് ചോദിച്ചത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണ്ട. കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ചോദിച്ചു, ഒറ്റ കാര്യം. കാരണം ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ള പരിവാർ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലുള്ള പരിവാർ സംഘടനകളുടെ നേതാക്കന്മാരടക്കം, അത് പോട്ടെ, പരിവാർ സംഘടനകൾ മാറ്റിവെക്കുക, ഈ ഒരു പക്ഷേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പല ആളുകളുടെയും ബിംബങ്ങളായി കാണുന്ന ആളുകൾ പോലും ഈ പറയുന്ന ബീഫ് ഭക്ഷണമാക്കിയിട്ടുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദിക കാലഘട്ടം മുതൽ ഒരു പക്ഷേ പരിശോധിച്ചാൽ അതിൻ്റെ പ്രസക്തി അടക്കം പറയാവുന്ന കാര്യമുണ്ട്. ആ കാര്യങ്ങളാണ് ഋഗ്വേദത്തിലടക്കം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൂടി ഇക്കാര്യത്തിൽ എന്ത് പിടിവാശി? അതാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരേന്ത്യൻ പഴയ രാഷ്ട്രീയം. അല്ല, പറയാനുള്ള സാവകാശം എനിക്ക് തരണം.
ഇതിൽ തുടക്കം തൊട്ട് ഈ പറഞ്ഞതിന് മറുപടി പറയുന്നതിന് മുന്നേ അല്പം കുറച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ഞങ്ങളുടെ- സമയക്കുറവുണ്ട്. വളരെ ഞങ്ങളുടെ ആവശ്യം stick on ചെയ്ത പോയിന്റുകൾ മാത്രം. ഞങ്ങളുടെ ആവശ്യം ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണം എന്നുള്ളതാണ്. ഏത് നിലയ്ക്ക്? കേരള ഹൗസ് എന്താണ് പരിശോധിക്കേണ്ടത്? കേരള ഹൗസ് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം വേണം. ആരുടെ ഗൂഢാലോചന? അതിന് പല ഘടകങ്ങളുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ ഗൂഢാലോചന സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം സംസ്ഥാന മുഖ്യമന്ത്രി എന്താ വെറും ലെറ്റർ എഴുതി കളിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നിയമലംഘനം ഉണ്ട് എന്നുണ്ടെങ്കിൽ കോടതി പോട്ടെ. സംസ്ഥാന മുഖ്യമന്ത്രി നിയമലംഘനം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതി പോട്ടെ. എന്താ ലെറ്റർ എഴുതി കളിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അവിടെ ഇരിക്കട്ടെ. ആരാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി ഇലക്ഷൻ നടക്കുമ്പോൾ ഇവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അവിടെ പള്ളിയിൽ ആക്രമണം. അവസാനം പ്രതികളെ പിടിച്ചു. അത് സംഘപരിവാറിലെ വേറെ ആരാണെന്ന് പറഞ്ഞു. പിന്നെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു ബംഗാളിലെന്ന് പറഞ്ഞു. അവസാനം പ്രതികളെ പിടിച്ചപ്പോൾ അത് അവരല്ലാതായി. പിന്നീട് മംഗലാപുരത്ത് ഇതുപോലെ പ്രശ്നം. പിന്നെ കൽബുർഗിയുടെ പ്രശ്നമാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. കൽബുർഗി എങ്ങനെയാണ് കൊല്ലപ്പെട്ടെ? കഴിഞ്ഞ ദിവസം ദി ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ സ്വത്തുകാർക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കൽബുർഗിയുടെ മരണത്തിലേക്ക് എത്തിയെന്നാണ് ദി ഹിന്ദു പത്രം പറഞ്ഞത്. അതുപോലെ അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ, ധാബോൽക്കറിന്റെ മരണം 2013 ഉണ്ടായതാ. അതുപോലെ തന്നെ പൻസാരയുടെ മരണം ധാബോൽക്കറുടെ മരണം 2013. പൻസാരയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ടോൾ മാഫിയാണ് അതിന്റെ പിന്നിൽ എന്ന് ഓൾറെഡി ഇതുണ്ട്. പിന്നെ ദാദ്രി സംഭവത്തിന്റെ FIR ഇവിടെ വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമോ? ദാദ്രി സംഭവത്തിൽ എന്താ സംഭവിച്ചത്? വെറും 4 പേരുമായിട്ടുണ്ടായ സംഘർഷം, അത് ഗോവിനെ മോഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിൽ സംഭവിച്ച സംഘർഷം, അത് ഒരു ജനതയെ തന്നെ വേട്ടയാടുന്ന രീതിയിലാണ് എന്ന് FIR വന്നു. ഈ FIR തയ്യാറാക്കിയ പോലീസിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടം BJPയോ സംഘപരിവാറോ നിയന്ത്രിക്കുന്ന ഭരണകൂടമല്ല. അതാണ് അഖിലാഖിന്റെ വിഷയത്തിൽ സംഭവിച്ചത്. എന്താ ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്? ഇതിന്റെയൊക്കെ FIR നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ഇവിടെ ഞാൻ വരാം പത്മകുമാറിന്റെ കൂടെ മറുപടി അക്കാര്യത്തിൽ. കാരണം ഈ പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു നിലപാട് ഞാൻ അതിന്റെ രത്നച്ചുരുക്കം എനിക്ക് മനസ്സിലായി. കേരളത്തിലേക്ക് വരാം. രത്നച്ചുരുക്കം മനസ്സിലായി. അവിടെ ഗൂഢാലോചനയുണ്ട്. പക്ഷേ അത് BJP ഈ പറയുന്ന രീതിയിലാണോ BJP കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? അല്ല അങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? കാരണം ഇപ്പോൾ ഇവിടെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് വിഷ്ണു ഗുപ്ത എന്ന് പറഞ്ഞ ഒരാളാണ്, എന്തോ ഒരു സേനയുടെ ആളാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഒരു ലെറ്റർ ഹെഡും ബീഫിന് അനുകൂലമായ ഒരു പ്രസ്താവനയും വന്നു കഴിഞ്ഞാൽ മതി, അയാൾ വലിയ അഖിലേന്ത്യാ നേതാവായി വരികയാണ്. ഇത് ഈ വളരെ ഗൗരവമായ ഗൂഢാലോചന BJP അധികാരത്തിൽ വന്ന നാള് മുതലുണ്ട്. അതാണ് സ്വാമിജി പറഞ്ഞ 2 കാര്യം. ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, ബംഗ്ലാദേശിലെ 70 വയസ്സായ ആളെ ഒരു കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്തു. അത് വന്നത് ഇപ്പൊ പിടിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരാള്. വാജ്പേയി ഭരിക്കുമ്പോഴും ഇതേലും ഉണ്ട്. ഒറീസയിൽ ഒരു 70 വയസ്സ് കഴിഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ, 70 വയസ്സായ ഒരു കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്തു സംഘപരിവാർന്ന് വന്നു. അവസാനം നോക്കിയപ്പോൾ പരിശോധന വന്നപ്പോൾ ആ സ്ത്രീ ബലാത്സംഗം ചെയ്തപ്പെട്ടിട്ടില്ല. അതാണ് റിപ്പോർട്ട് വന്നത്. മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ ബലാത്സംഗമേ നടന്നിട്ടില്ല ആ കന്യാസ്ത്രീയെ. അപ്പൊ ഇങ്ങനെ സംഘപരിവാറിന്റെ BJPയെ ആക്രമിക്കുക, പൊതുജനങ്ങളെ മുന്നിൽ മറുപടി എന്തായാലും ഉണ്ട്. റഹീമിലേക്ക് അതിന്റെ മറുപടിക്കായി എത്താം. കാരണം എന്തായാലും ഇതിനകത്തൊരു ഗൂഢാലോചന അന്വേഷണമടക്കം ഒരുപക്ഷെ ഭാർഗവരാമൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് BHP. കാരണം ഇതിലെ ഗൂഢാലോചന അവിടെ പത്മകുമാറും അംഗീകരിക്കുന്നു. ശ്രീ റഹീം, വളരെ ചുരുക്കിയ മറുപടി, 1 മിനിറ്റിൽ മറുപടി. കാരണം എന്തായാലും അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് BJPക്കും സംഘപരിവാറിനുമെതിരെ ഇക്കാര്യത്തിൽ ദില്ലിയിലെ സംഭവത്തിലടക്കം ഒരു ഗൂഢാലോചന ആരോപിക്കുന്നു 2 പേരും. ഇതിനകത്ത് അന്വേഷണം എന്ന് പറയുന്നു. ഇവർ പറയുന്നത് ഇത്രയും കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇതെന്തോ ഗൂഢാലോചന ആരോ നടത്തിയതാണെന്നും പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് അന്വേഷിക്കേണ്ടത്? നിരോധനമുണ്ടായ വസ്തു എന്ന് പറയുന്ന, റിലീജിയസ് ആണെന്ന് പറയുന്ന ഗോമാംസം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് വഴി അറബി പേരുപയോഗിച്ചുകൊണ്ട്, ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് കയറ്റുമതി ചെയ്യുന്നു വർഷങ്ങളായിട്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന MP ഇന്ത്യയുടെ രേഖകൾ ഇവരുടെ മുമ്പിലുള്ളതല്ലേ? കയറ്റുമതിയിൽ ബ്രസീലിനെ കടത്തിവിട്ട് ഇപ്പൊ ഇന്ത്യ 1ാം സ്ഥാനത്തേക്കാണ്. ഞാനൊന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ പറയുന്നതിൽ എന്ത് നിലപാടാണ് ഇവർക്കുള്ളത്? എന്തേ അന്വേഷിക്കാത്തത്? ഇത് വേറൊന്നിനുമല്ല. ഇവിടെ പറഞ്ഞല്ലോ, കുറേ കാലമായി കേരളത്തിൽ, ഇന്ത്യയിൽ ഈ ഗോമാംസം വെച്ചുള്ള കച്ചവടം നടക്കുന്നത്. എന്താ അതിന്റെ പ്രശ്നം? ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഒരു കർവാപ്പസിയെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. നേരത്തെ ശ്രീ പത്മകുമാർ പറഞ്ഞു ഇവിടെ ഒരുപാട് പ്രശ്നമില്ല എന്ന്. ഇന്ത്യയിൽ പൊള്ളുന്ന നീറുന്ന പ്രശ്നമുണ്ട്, പട്ടിണിയുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങളുണ്ട്. അതിലുപരി ഇന്ത്യയിൽ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു. ഇന്ത്യയിൽ ഒരുപാട് തരത്തിൽ, ഞാനൊരു FDI വരുന്നു. ഈ പറയുന്ന വിലക്കയറ്റം വലിയ പ്രശ്നമാണ്.
നരേന്ദ്രമോദി അധികാരത്തിൽ പരിപ്പിന് ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊള്ളുന്ന ജീവിത പ്രശ്നമാണ് പരിപ്പിന്റെ വില. ആ പരിപ്പിന്റെ വില ചരിത്രത്തിലെ റെക്കോർഡ് വിലയിലേക്ക് പോയി. ഇവിടെ അതെല്ലാം മാറ്റി നാഷണൽ മീഡിയയിൽ ഇത് പുതിയൊരു പ്രശ്നം വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനോട് കൂടെ ഈ പറയുന്ന കമ്മ്യൂണൽ പോളറൈസേഷൻ, അതിന്റെ രാഷ്ട്രീയമായ ഗുണം ഞാൻ ചുരുക്കി ചോദിച്ചാൽ താങ്കൾ പറഞ്ഞല്ലോ, വാജ്പേയിയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ UPA സർക്കാരിൻ്റെ ആ കാലഘട്ടത്തിൽ ഒന്നും ഇല്ലാതെ ചില കടലാസ് സംഘടനകൾ, ചില നീർക്കോലി സംഘടനകൾ, ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ഹനുമാൻ സേന, ശ്രീരാമസേന, പല വിധത്തിൽ എന്ത് ധൈര്യത്തോടു കൂടി ഇത്തരം ആളുകൾ മുന്നോട്ട് വരികയും അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവപരമായ പല നിലപാടുകളോടും അത് പ്രതിഷേധമായി മുന്നോട്ട് വരുന്നു, പല സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപിപ്പിക്കുന്നു. അതെന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രം ഉണ്ടാകും? അല്ല, അതാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ വളരെ ഒരു ഈ ഗവൺമെന്റിനെതിരായിട്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ ഈ വികസന പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇവരാർക്കും BJP ഗവൺമെന്റിനെ ആക്രമിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം വഴി ആദ്യം മുസ്ലിമിനെതിരായിട്ട് നോക്കി, അത് പരാജയപ്പെട്ടു. പിന്നെ ദളിതനെതിരായിട്ട് നോക്കി, അത് പരാജയപ്പെട്ടു. ഇപ്പൊ എവിടെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അതിനുശേഷം BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നോക്ക്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, കാശ്മീർ, ഗോവ, ഇനി ബീഹാർ. അതായത് ഈ വിഷയം നിങ്ങൾ രാഷ്ട്രീയ വിഷയമായിട്ടാണ് രാഷ്ട്രീയ നേട്ടത്തിനായി ബീഫ് വിഷയമടക്കം മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രജീഷ്, ഞാൻ സംസാരിച്ചല്ലോ. അല്ല, താങ്കൾ പറഞ്ഞത് അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളുടെ കാര്യം പറഞ്ഞു. ഈ ബീഫ് അടക്കം നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. ഉത്തരേന്ത്യയിൽ കളിച്ച അതേ രാഷ്ട്രീയം. ഇത് നവംബർ 8 വരെ ഉണ്ടാവും. നിങ്ങൾ കേരളത്തിൽ ആദ്യം ബീഫ് ഫസ്റ്റ്, ഞങ്ങൾ ആരെങ്കിലും ബീഫിനെതിരായിട്ട് ഒരു പ്രകടനമോ കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ? ആദ്യം ബീഫ് മേള നടത്തിയതാരാ? അല്ല, ആരാ നടത്തിയത്? ഞങ്ങളാണോ? കേരളത്തിൽ ബീഫിന്റെ ഇഷ്യൂ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നതാരാ? ശ്രീ ഭാർഗവരാമൻ, ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾക്കടക്കം ഇത്രത്തോളം ധൈര്യത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ വരാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ മുന്നോട്ടിറങ്ങുന്നതിൻ്റെ ആ ഒരു ധൈര്യം, അത് ഈ പറയുന്ന NDA സർക്കാർ, NDA എന്നല്ല, കഴിഞ്ഞ കാലത്ത് വാജ്പേയി അടക്കം ഭരിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദി പൂർണ്ണ സംതൃപ്തനാണ് പരിവാർ സംഘടനകൾക്ക്. കാര്യങ്ങൾ എന്തായാലും അന്നൊക്കെ നടത്താതെ പോയ കാര്യങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. ആ ചോദ്യത്തിൽ തന്നെ ഒരു മുള്ളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കടക്കം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ എന്തോ വലിയ അല്ലല്ല, ഞാൻ പറഞ്ഞത് പരിവാർ സംഘടനകളാണ് ഇപ്പോഴത്തെ ചർച്ച. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ പറയുന്ന ശ്രീരാമസേനയാണ് എങ്കിലും ശരി, ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴും പറഞ്ഞത് ഹിന്ദു സേനയാണ് എങ്കിലും ശരി, ഇതൊന്നും പരിവാർ സംഘടനകളുടെ പ്രസ്ഥാനങ്ങളല്ല. ഹിന്ദു മഹാസഭ പോലും പരിവാർ സംഘടനയുടെ പ്രസ്ഥാനമല്ല. ഇത്തരത്തിലുള്ള സംഘടനകളെ വിലക്കെടുക്കുവാനും ഇത്തരത്തിലുള്ള സംഘടനകളെ കൊണ്ട് ആസൂത്രിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും ഉള്ള ഗൂഢാലോചന ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയും സംഘപരിവാറിൻ്റെയോ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞോട്ടെ റഹീംജി, അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ എത്ര പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ മിൽക്ക് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ഒരാളെ പോലും വാക്കുകൾ കൊണ്ട്. ശ്രീ പത്മകുമാർ, അങ്ങനെ ചില പരിവാർ സംഘടനകൾ നിങ്ങളുടെ ഭാഗമല്ല, നിങ്ങൾ തുറന്നു പറയാൻ കഴിയുമോ? തീർച്ചയായും ഞങ്ങളൊക്കെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഈ സംഘടനകളെ എന്തുകൊണ്ട് അധികാരം എനിക്ക് ഒറ്റ മറുപടി, അധികാരം നിങ്ങളുടെ കയ്യിലാണ്. രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ പോലും മുന്നോട്ട് പ്രതിഷേധമായി വരുന്ന, എഴുത്തുകാർ വരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ എന്തുകൊണ്ട് അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിരോധിച്ചുകൂടാ? സംബന്ധിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം ഗൂഢാലോചനകൾക്കെതിരായി ശക്തമായി നടപടിയെടുക്കും. നടക്കുന്നത് എവിടെയാ? ഇതിപ്പോൾ നടക്കുന്നത് എവിടെയാ? ഇപ്പോൾ കർണാടകയിൽ ഞങ്ങളാണ് അവിടെ ഭരിക്കുന്നത്. ഒരാൾ അവിടെ ചെന്നിട്ട് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ രാജിവെച്ച കലാകാരന്മാരും പോയില്ലല്ലോ. അഖിലേഷ് യാദവിനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. അതായത് സ്റ്റേറ്റാണ് വിഷയം. അങ്ങനെയെങ്കിൽ കൽബുർഗിയുടെ മരണത്തിനെതിരെ എന്തുകൊണ്ട് സംഘപരിവാറോ BJPയോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ കമ്മാന്നൊരക്ഷരം മിണ്ടിയില്ല? ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ ഞാൻ കേട്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞല്ലോ നേരത്തെ, ആ പറഞ്ഞതിനുള്ള ഉത്തരവുണ്ട്. ഇവ പറയുന്നു ഞങ്ങൾ ഇതെല്ലാം ഉയർത്തുന്നു, ഈ പറയുന്ന പോലെ ആരൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നു രാഷ്ട്രീയമായി. എന്നിട്ട് പറയുന്നു എന്താ, എല്ലാം നടന്ന തെരഞ്ഞെടുപ്പിലും ജയിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഈ പറയുന്ന പ്രചരണം ഉത്തരേന്ത്യയിൽ കാറ്റ് വീശിയത് കൊണ്ടാണ്.
തന്ത്രം വീണ്ടും അവർ പയറ്റുകയാണ്. ഉത്തർപ്രദേശിൽ അമിത്ഷായുടെ സമവാക്യം വിജയിച്ചത്, അതോടൊപ്പം തന്നെ ഗുജറാത്ത് കലാപത്തിന് ശേഷം BJPക്ക് ഗുജറാത്തിൽ വീണ്ടും പച്ചപിടിക്കാനായത്, ഒരു സംശയവും വേണ്ട, ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് അതായത് പറയാവുന്ന വ്യക്തമായ സ്ഥലങ്ങൾ പ്ലാനിംഗ് communal രൂപരേഖ polarization. നിങ്ങളുടെ ഘട്ടത്തിന്റെ പറയട്ടെ, പരിശ്രമം പ്രതീഷ്, ഞാനൊന്ന് പറഞ്ഞു മുഴുമിച്ചോട്ടെ. കാരണം ബീഹാറിലടക്കം അത് പ്രസ്താവിച്ചു കഴിഞ്ഞു. റഹീം ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇതൊരു ശല്യവും ഇല്ലാതെ 34 വർഷക്കാലം ഭരിക്കാൻ അവകാശം കിട്ടിയ ബംഗാളിൽ അവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അവിടെ RSS ഉണ്ടോ? അല്ല, അവിടെ അവിടെ എന്ത് എന്താ? എന്ത് എന്താ എന്ത് ഞാൻ ഒറ്റ കാര്യം എന്താ പറയട്ടെ, സ്ഥിതി? ഒറ്റ കാര്യം അവിടെയാണ് കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ഒറ്റ കാര്യം പറയട്ടെ, തസ്ലീമിലെ- ഞങ്ങൾ ഭരിക്കുമ്പോഴല്ല, അല്ലല്ല, തസ്ലീമ ഞങ്ങൾ അത് നസ്രീൻ- മമതാ ബാനർജി അല്ലല്ല, ഇരിക്കുമ്പോൾ മമതാ ബാനർജി കമ്മ്യൂണിസ്റ്റ് അല്ലല്ല, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തസ്ലീമ പറയല്ല. നസ്രീൻ അവിടുന്ന് നാട് മമതാ വിട്ടുപോയത്, ബാനർജി തസ്ലീമ നസ്രീൻ നാട് വിട്ടുപോയത് ബുദ്ധദേവ ഭട്ടാചാര്യ ഒറ്റ കാര്യം ഭരിക്കുമ്പോഴാണ്. പറയട്ടെ 30 വർഷക്കാലമായി LDF ഭരിച്ചു, CPM ഭരിച്ചു. ഞാൻ പറയട്ടെ, ആ പശ്ചിമ ബംഗാളിൽ 30 വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപം ഉണ്ടായിരുന്നില്ല. ആര് പറഞ്ഞു? ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ. താങ്കൾ ഞാനൊന്ന് പറയട്ടെ, വർഗീയ കലാപം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പകരമായി കയറിപ്പോകാൻ അവിടെ BJP ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ BJPക്ക് 80കളിൽ രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും അധികം വോട്ട് ഷെയർ കിട്ടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പശ്ചിമ ബംഗാളിൽ BJPയുടെ വോട്ട് ഷെയർ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച്. ഞാനൊന്ന് പറയട്ടെ, കമ്മ്യൂണൽ പോളറൈസേഷൻ ശക്തമായിട്ടുണ്ടാക്കാൻ, രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, അങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി BJPയും RSS ശ്രമിക്കുന്നു. ഇവിടെ കോൺഗ്രസിന്റെ മൗനം, കോൺഗ്രസ് പറഞ്ഞാൽ കേരളത്തിലെ അപകടകരമാണ്. എന്തായാലും ശ്രീ ഭാർഗവരാമൻ താങ്കളിലേക്കും എത്താം. ഹസനുൽ ബെന്ന ദില്ലിയിൽ ഇത് സംബന്ധിച്ചുള്ള എന്തായാലും നിലപാടുകൾ ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിലടക്കം മുന്നോട്ട് പോവുക? ശ്രീ ഹസനുൽ ബെന്ന, മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ കടലാസ് സംഘടനകളൊക്കെ തന്നെ ഉയർന്നു വരുന്നു. ഏതോ ഒരു പിൻബലം, അത് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ മോഡിയിലുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണോ? എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ? കാരണം ദില്ലി പോലീസ് അടക്കം, പോലീസിലേക്കടക്കം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനങ്ങളിലടക്കം ഇതിൻ്റെ ഈ പറയുന്ന വലിയൊരു സങ്കീർണത, ജീർണത വ്യാപിച്ചിരിക്കുന്നു. ആ ഒരു എടുത്തുചാട്ടമാണ് എന്തായാലും ദില്ലി പോലീസ് അവിടെ കഴിഞ്ഞ ദിവസം കേരള ഹൗസിൽ കാട്ടിയത്. അങ്ങനെ ഭരണ സംവിധാനത്തിൽ നടപ്പാക്കേണ്ട വിഭാഗത്തിൽ എക്സിക്യൂട്ടീവ് അടക്കം ഇക്കാര്യം കടന്നു വരുമ്പോൾ എത്രത്തോളം ഗുരുതരമായിരിക്കും ഈ ഒരു പോക്ക്? എന്ത് സൂചനയാണ് ഇത് നൽകുന്നത്? ഇതിൽ അന്വേഷണത്തിന് ആവശ്യപ്പെട്ട ആ ഒരു നിർദ്ദേശത്തെ സത്യത്തിൽ പിന്തുണയ്ക്കുകയാണ് നമ്മൾ വേണ്ടത്. അന്വേഷണം മാത്രമല്ല, അന്വേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിപ്പോർട്ടും ആ റിപ്പോർട്ടിലുണ്ടാകുന്ന തുടർ നടപടികളുമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അന്വേഷണങ്ങൾ, ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാവുന്നതാണ്. പല റിപ്പോർട്ടുകൾ ഇപ്പോഴും പൊടിപിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണം നടക്കട്ടെ. ഈ വിഷ്ണുഗുപ്തൻ, അതുപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദു സേന, ആരാണ് ഇവർക്ക് ഫോൺ ചെയ്തത്? ഇവർക്ക് ഫോൺ ചെയ്തത് മലയാളികളാണെന്ന് പറയുന്നു. ആ മലയാളികൾ ആരൊക്കെയാണ്? എല്ലാം അറിയുന്ന തരത്തിലുള്ള ഗൂഢാലോചന പുറത്തു വരികയും ആ പുറത്തു കൊണ്ടുവന്ന ആളുകളെ ശിക്ഷിക്കുകയും ചെയ്യട്ടെ. ഇത് നമുക്കറിയാം, ബാബരി മസ്ജിദിൻ്റെ തകർച്ച തൊട്ട് ബോംബെ കലാപം തൊട്ട് ഇതിലൊന്നും ആളുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോഴാണ് UP-യിൽ തന്നെ ആദ്യത്തെ അടിച്ചുകൊല്ലലല്ല അഖ്ലാഖിൻ്റേത്. അതിനു മുമ്പ് 4 മാസം മുമ്പ് ഒരാൾ അടിച്ചു കൊന്നതാണ്. മറ്റൊരാളെ വാഹനത്തിന് പിറകെ കെട്ടിവലിച്ചതാണ് ഗോമാംസ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇത്തരക്കാർ ശിക്ഷിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയാൽ, ഗുജറാത്തിൽ അതാണ് സംഭവിച്ചത്. ഗുജറാത്തിലെ ന്യൂനപക്ഷ സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്ന് കോടതിയെ സമീപിക്കുകയും നിരവധി പേരെ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും ആ ഒരു ഗൂഢാലോചന അതുണ്ട് തന്നെയാണ് താങ്കൾ വ്യക്തമാക്കുന്നത്. ശ്രീ ഷഫീർ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം, അത് കേരളത്തിലെ ജനങ്ങളെ ഒരുപക്ഷെ ഒന്നടങ്കം ഇന്ന് വിഷമിപ്പിച്ചൊരു വസ്തുതയാണ്. രാഹുൽ ഗാന്ധി കാട്ടിയ ആ ഒരു ആർജവത്തിൻ്റെ ഒരംശം പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പ്രതികരണങ്ങൾ ഏത് രീതിയിൽ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമോ? അതോ ഈ പറയുന്ന ഒരു ടാക്ടിക്ക് അദ്ദേഹം നിലനിർത്തി പോവുകയാണോ? ഈ ദാദ്രി സംഭവം ഉണ്ടായപ്പോഴും അതിനുശേഷം ശ്രീനഗറിൽ ബീഫ് പാർട്ടി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൾ റഷീദ് MLA അവിടെ വെച്ച് അടിക്കുകയും പിന്നീട് ഡൽഹിയിൽ വെച്ച് കരിയോലൊഴിച്ചപ്പോഴായിരുന്നാലും, അതുപോലെ ശ്രീനഗറിൽ ഉധംപൂരിൽ ഒരു ചെറുപ്പക്കാരനെ ട്രക്കോട് കൂടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ചപ്പോഴുമെല്ലാം അതിനെതിരെ ശക്തമായി പ്രതികരിച്ച പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവിടെ ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ശ്രീ ഷഫീർ, ഞാൻ സാംസ്കാരിക ഫാസിസത്തെയും രാഷ്ട്രീയ ഫാസിസത്തെയും ചെറുക്കാനുള്ള കെൽപ്പ് റഹീമിന്റെ പാർട്ടി CPM-ന് ഇന്ത്യയിലില്ല. അത് ഉള്ള ഏക പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് അമിത്ഷാ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന്. എന്തായാലും അവസാനമായി ഷഫീർ നിലപാട്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പരിമിതികളുമുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. അവസാനമായി ശ്രീ ഭാർഗവരാമൻ, ഒറ്റ ചോദ്യം. ഹരിയാനയിൽ ദളിതർക്കോ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ, നിങ്ങൾ വലിയ ഊറ്റം കൊള്ളുന്ന ആ വിഭാഗത്തിലെ ജനങ്ങൾക്ക് പോലും പല ഉപവിഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ട് മാറ്റിവെക്കുന്ന, അവർക്ക് പോലും സംരക്ഷണം നൽകാത്ത നിങ്ങൾ അല്ലെങ്കിൽ പരിവാർ സംഘടനകൾ ഒരു ഗോവിന് വേണ്ടി അതെന്ത് വിലാപമാണ്?
ഇല്ല, നിങ്ങൾ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദളിതർക്ക് നേരെയുള്ള ആക്രമണം എന്നുള്ളത് പോലും ഒരു കള്ളക്കഥയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ ഏറ്റവും നന്നായിട്ട് ചുരുക്കി, നമുക്ക് സെക്കൻഡുകൾ നിങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞത് വ്യക്തിപരമായിട്ടല്ല, വലിയൊരു മീഡിയ സംവിധാനങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് പറഞ്ഞു അവിടെ സ്ത്രീയെ നഗ്നിയാക്കി എന്ന് പറഞ്ഞു. സ്ത്രീയെ നഗ്നിയാക്കി പത്രത്തിൽ വന്നു, ചർച്ചകളൊക്കെ ഉണ്ടായി. പിന്നീടാണ് അറിയുന്നത് സ്ത്രീയുടെ കുടുംബനാഥനാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നഗ്നിയാക്കിയത്. പിന്നീട് നിങ്ങൾ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞോട്ടെ, 4 പേരെ കൊന്നതിനെ കുറിച്ച് കൂടി പറയൂ. 4 പേരെ കൊന്നല്ലോ. അല്ലല്ലേ, അതും പറയാം. വളരെ ചുരുക്കിയ മറുപടി, കാരണം അതായത് സമയമില്ലാത്തതുകൊണ്ട്. അതിനുശേഷം പ്രചരിപ്പിക്കപ്പെട്ട ഒരു അതിന് മുൻപ് പ്രചരിപ്പിക്കപ്പെട്ട ഒരു യെസ്, അതായത് പൊള്ളയായ കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. ചുരുക്കി ഒന്ന് പറഞ്ഞോട്ടെ, സമയമില്ലാത്തതുകൊണ്ട് മാത്രം, കാരണം 57 സവർണന്മാര് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ദളിതനെ ചുട്ടുകൊന്നു എന്നാണ് പറഞ്ഞത്. ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ആണോ അല്ലയോ എന്ന് കർണാടകയിൽ ദളിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടോ? ഞാൻ പറയട്ടെ, ഗുജറാത്ത് പ്രവേശനമുണ്ടോ? കർണാടകയിൽ BJP ഭരിച്ചെടുത്ത് മടസ്നാന ഇപ്പോഴും നിൽക്കല്ലേ? എന്തായാലും BJP അടക്കം ആവശ്യപ്പെടുന്നു. ചർച്ചയിൽ ഇന്ന് ദില്ലിയിലെ കേരള ഹൗസിലെ കാര്യങ്ങൾ ഉണ്ടായ സംഭവങ്ങളാണെന്ന് പരിശോധിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ഭാർഗവരാമൻ, ഒപ്പം തന്നെ BJP വക്താവ് JR പത്മകുമാർ, A റഹീം, ഒപ്പം നമ്മോടൊപ്പം ദില്ലിയിൽ നിന്നും ചേർന്ന ഹസ്നുൽ ബന്ന, BRM ഷഫീർ. നന്ദി അറിയിക്കുന്നു.